ഹലോ വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി സോങ് ബൈ പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം. ഹി വാസ് ഓൾസോ നോൺ ആസ് പൊയ്കയിൽ അപ്പച്ചൻ ഓർ പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡർ ആയിരുന്നു, പോയറ്റ് ആയിരുന്നു, ദളിത് ഇമാൻസിപ്പേറ്റർ ആയിരുന്നു, റെനൈസൻസ് ലീഡർ ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സോ അദ്ദേഹം ദളിത്സിനെ എംപവർ ചെയ്യാനാണ് ശ്രമിച്ചത്. ദളിത്സിന് എതിരെ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസിൻ്റെ ഏറ്റവും വലിയൊരു മിഷൻ എന്ന് പറയുന്നത് തന്നെ അൺടച്ചബിൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ ആ ഒരു വേൾഡിനെ ചേഞ്ച് ചെയ്യുക. ജസ്റ്റ് അത് റെക്കോർഡ് ചെയ്യുക എന്നത് മാത്രമല്ല, വേൾഡിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നൊരു തീമാണ് അദ്ദേഹത്തിൻ്റെ ബോക്സിലുള്ളത്. സോ എ സോങ് ഓഫ് പൊയ്കയിൽ അപ്പച്ചൻ. No, not a single letter is seen on my race. So many histories are seen on so many races. സോ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നോ എന്ന് പറയുന്നൊരു വേർഡ് വെച്ചിട്ടാണ്. സോ അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റി ഒരു ലെറ്റർ പോലും ഇല്ല. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റി ആരും ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അതുപോലെ പല റേസസിനെ പറ്റിയും ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്. സോ ഈ ഒരുപാട് ഹിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ നെറേറ്റീവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ റേസിനെ പറ്റിയും ഒരുപാടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. സ്ക്രൂട്ടനൈസ് ഈച്ച് വൺ ഓഫ് ദം, ദ ഹോൾ ഹിസ്റ്ററീസ് ഓഫ് ദ വേൾഡ്, നോട്ട് എ സിംഗിൾ ലെറ്റർ ഇസ് സീൻ ഓൺ മൈ റേസ്. വേൾഡിലുള്ള ഒരുപാട് ഹിസ്റ്ററീസ് എടുത്ത് നോക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റി ഒരു ലെറ്റർ പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. There was no one on this earth to write the history of my race in the olden days. What a pity. സോ പണ്ട് കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റി എഴുതാൻ. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ റേസിലുള്ള ആൾക്കാർ അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആർക്കും അവരുടെ ഹിസ്റ്ററി എഴുതാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇവർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായതുകൊണ്ട് ഹിസ്റ്ററീസ് എഴുതത്തില്ല. ഹിസ്റ്ററീസ് എപ്പോഴും എഴുതുന്നത് ഡോമിനൻറ്റ് ക്ലാസ് ഓഫ് ആൾക്കാരുടെ ഹിസ്റ്ററീസാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്ററീസ് എഴുതപ്പെടാറില്ല എന്നൊരു കോൺസെപ്റ്റും ഇതിൽ പറയുന്നുണ്ട്. Think of it, regret fills within. Let me add something in my own melody. സോ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പോയറ്റിന് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു ആഡ് സംതിങ് ഇൻ ഹിസ് ഓൺ മെലഡി. സ്വന്തമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഇതിലോട്ട് കൊടുക്കാനാണ് നമ്മുടെ പോയറ്റ് ശ്രമിക്കുന്നത്. The story of a people who lived in Kerala since the ancient times and how they become demons. സോ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉള്ള അബോറിജിനൽസ്, കേരളത്തിൽ തന്നെ ജീവിച്ച ആൾക്കാർ, പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇവിടുത്തെ ഡെമൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ലോ കാസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ശത്രുക്കളെ പോലെ ആയി മാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. No shame have I to say the faults of my caste, though all blame me a cursed offspring on earth. സോ എൻ്റെ കാസ്റ്റിൻ്റെ ഫോൾട്ടൊന്നും തുറന്നു കാട്ടാൻ എനിക്ക് യാതൊരു നാണക്കേടുമില്ല. ഞാൻ ആ ഒരു കാസ്റ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ എല്ലാവരും എന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. എ കേഴ്സ്ഡ് ഓഫ് സ്പ്രിങ് ഓൺ എർത്ത്. സോ ഈ കേഴ്സ്ഡ് ഓഫ് സ്പ്രിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒരെണ്ണം എന്ന് പറയുന്നത് ഈ പൊയ്കയിൽ അപ്പച്ചൻ ഇവർക്കൊരു വോയിസ് കൊടുക്കുന്നത്, നമ്മുടെ ദളിത്സിനൊരു വോയിസ് കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ കേഴ്സ്ഡ് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ കേഴ്സ്ഡ് ഓഫ് സ്പ്രിങ് ഓൺ എർത്ത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് എടുക്കാം. How is it possible that all blame us till the end of earth and sky? How can God who shaped everything allow this to happen on earth today? സോ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൻഡ് അതുപോലെ തന്നെ ദൈവം, ദി ഓൾമൈറ്റി അല്ലെങ്കിൽ ദി ക്രിയേറ്റർ എന്ന് പറയുന്ന ആളാണ് എല്ലാം തന്നെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലൊരു ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ നടക്കാൻ വേണ്ടി സമ്മതിച്ചത് എന്നാണ് പറയുന്നത്. സോ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു കാര്യം ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വെച്ചാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന തീംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോ കാസ്റ്റ് ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ, അത് തന്നെയാണ് ഈ ഒരു പോമിലെ ഏറ്റവും വലിയ തീമെന്ന് പറയുന്നത്. പിന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്ററീസ് മാത്രമാണ് എഴുതപ്പെടുന്നത്, ആ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ്
ആവുന്നതിൻ്റെ ആവശ്യവും എഡ്യൂക്കേഷൻ്റെ ആവശ്യവും ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഹിസ്റ്ററി എഴുതപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യവും പറയുന്നുണ്ട്.